തൈറോയ്ഡുള്ള പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും ചിലപ്പോൾ കയ്യിലും കാലിലുമൊക്കെ. റെയറായിട്ടേ പേഷ്യൻസ് നമ്മളോടത് പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ തൊട്ട് മുന്നേ വന്ന പേഷ്യൻറ്റിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അവരുടെ മെയിൻ കംപ്ലയിൻ്റ് തന്നെ ചൊറിച്ചിലാണ്. അപ്പോൾ ചൊറിച്ചിലിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ ഇങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയ കൂട്ടത്തിലാണ് തൈറോയ്ഡിനെ കണ്ടത്. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ ഹോർമോൺ ശരീരത്തിൽ കുറവാകുമ്പോൾ എന്തുകൊണ്ടാണ് ചൊറിച്ചിൽ വരണം എന്നുള്ളതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഇത് 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരണത് തൈറോയ്ഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക്. ഒന്ന്, ഡ്രൈ ആവും സ്കിന്ന്, ഡ്രൈനെസ് കാരണം ചൊറിച്ചിൽ വരും. പിന്നെ രണ്ടാമത്തത്, ഈ സ്കിന്നിൻ്റെ അടിയിൽ ഒരു പ്രത്യേക സാധനമുണ്ട്, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസ് എന്ന് പറഞ്ഞിട്ട്, ഒരു മ്യൂക്കോ പോളിസാക്കറൈഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. നമ്മുടെ ഈ വെണ്ടക്കയിലൊക്കെ ഉണ്ടാവില്ലേ, വെണ്ടയ്ക്ക ഇങ്ങനെ വഴുവഴുക്കില്ലേ, അതിൻ്റെ ഉള്ളിൽ ഈ മ്യൂക്കോ പോളിസാക്കറൈഡ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനം സ്കിന്നിൻ്റെ അടിയിൽ ഇങ്ങനെ തൈറോയ്ഡുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അത് നെർവ്സിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ വരും. പിന്നെ മൂന്നാമത്തത് ഒരു ചെറിയ ന്യൂറോപ്പതി. നമ്മൾ സാധാരണ ഡയബറ്റീസിലാണ് ന്യൂറോപ്പതി പറയുക, പക്ഷേ തൈറോയ്ഡിനെ കൊണ്ട് ന്യൂറോപ്പതി വരും. അപ്പോൾ അങ്ങനെ ന്യൂറോപ്പതിക്ക് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ പുറമേ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഇറിറ്റേഷൻ. പിന്നെ നാലാമത്തെ സെക്കൻഡറി കണ്ടീഷൻസ് ആണ്. സെക്കൻഡറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് ഹാഷിമോട്ടോസ് കൊണ്ടാണല്ലോ തൈറോയ്ഡ് വരുന്നത്. അപ്പോൾ ഹാഷിമോട്ടോസ് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതേ ഉള്ള ആൾക്കാർക്ക് തന്നെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വരും. അപ്പോൾ അതിനാണ് സെക്കൻഡറി കണ്ടീഷൻസ് പറയുന്നത്. അത് നേരിട്ട് തൈറോയ്ഡായിട്ട് ബന്ധമില്ല, പക്ഷേ ചില ചൊറിച്ചില്ല. അപ്പം നമ്മൾ ഈ തൈറോയ്ഡിനെ ചികിത്സിച്ചിട്ട് ഈ 3 എണ്ണവും തൈറോയ്ഡിൻ്റെ മരുന്ന് കൊടുത്താൽ ശരിയാവും. എന്നിട്ടും ചൊറിച്ചിൽ മാറില്ലെങ്കിൽ പിന്നെ സെക്കൻഡറി കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് വിടേണ്ടി വരും.